ഈ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പോയിന്റ്സ് കിട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആക്ച്വലി ഈ റിവാർഡ് പോയിന്റ്സിൻ്റെ ഇരട്ടിയോളം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. പക്ഷേ അത് നമ്മൾ അറിയുന്നില്ല. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തു, 1,00,000 രൂപയുടെ ബില്ലായി, ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് ആ പേയ്മെൻറ്റ് ചെയ്തു, 2,000-ഓളം രൂപ ബാങ്കിൻ്റെ ചാർജസായി പിടിക്കും. ബാക്കി 98,000 രൂപ മാത്രമേ ആ കടക്കാരന് പൈസയായിട്ട് കിട്ടത്തുള്ളൂ. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആ കടക്കാരൻ നിങ്ങളുടെ അടുത്ത് പ്രൈസ് കോട്ട് ചെയ്യുമ്പോൾ ഈ 2,000 രൂപയും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും പറയുക. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളൊരു കടയിൽ പോയി ബില്ല് ചെയ്യുന്ന സമയത്ത് സെയിൽസ്മാൻ സാറേ ക്യാഷ് ആണോ കാർഡ് ആണോ എന്ന് ചോദിക്കുമ്പോഴേ മനസ്സിൽ വിചാരിച്ചോളൂ, നല്ലൊരു ശതമാനം ആൾക്കാരും ഈ ഒരു എക്സ്ട്രാ മാർജിനും കൂടെ ആഡ് ചെയ്യാനായിട്ടാണ് ചോദിക്കുന്നത്. ചില കടകളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരെപ്പോഴും പറയും സ്വൈപ്പിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ ഒരു റീസൺ എന്നുള്ളത് കോമ്പറ്റീഷൻ കാരണം അവർക്ക് കൂടുതലായിട്ട് പ്രൈസ് ആഡ് ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ അവർക്ക് ഇങ്ങനെയുള്ളൊരു നഷ്ടം സഹിക്കാനും കഴിയില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് MNCകൾ, ഇപ്പോൾ ലുലു, ആമസോൺ പോലുള്ള സ്ഥാപനങ്ങളിലാണെങ്കിൽ അവരുടെ പ്രൈസ് എന്നുള്ളത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടായിരിക്കും. അവിടെയൊക്കെ ക്യാഷ് കൊടുത്താലും കാർഡ് കൊടുത്താലും ഒരേ റേറ്റ് ആയിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഈ ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിനും കിട്ടുന്ന ഈ പോയിൻറ്റ്സ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കുന്ന പൈസയാണ്.